വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആരോടും പറയാണ്ട് പോയിട്ട് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ. ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തത് ഒരു 2 years മുൻപാണ്. അത് ശോഭ മാളിൽ ഉള്ള ഒരു സലൂണിൽ പോയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും നീതി ചേച്ചിയും കൂടിയിട്ട് ഒരു 3 years ആവാറായിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും എൻ്റെ ഹെയറിലില്ല, ചെറുതായിട്ടൊരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണമൊക്കെയാണ് വരുന്നത് എൻ്റെ. അപ്പം ഞാൻ ചോദിച്ചു ഒന്ന് ഒരു മാറ്റം എന്തെങ്കിലും വരുത്താമെന്ന്. ഹെയർ കട്ട് ചെയ്യണില്ല എന്തായാലും, കാരണം ഹെയർ ഇപ്പോൾ ഒന്ന് വളർന്ന് വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇതാ ഇതെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹെയറിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാം. അപ്പം ഞാൻ ഓക്കെ കളർ ചെയ്യാം. കുറേ ആയി ഞാൻ കളർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേണ്ട വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്കൊരു പെട്ടെന്നൊരു തോന്നൽ വന്നു, നാളെ പോയിട്ട് കളർ ചെയ്യാമെന്ന്. പക്ഷെ ഇവിടെ പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ആരോടും പോയി പറയാണ്ട് കളർ ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കാമെന്ന്. സോ പോവാം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇത് എൻ്റെ സ്റ്റോറിലുള്ള ഔട്ട്ഫിറ്റാണ് കേട്ടോ, നമ്മുടെ വിഗ ഫാഷൻ സ്റ്റോറിലുള്ള ഔട്ട്ഫിറ്റാണ്. ഒരു A ലൈൻ ഉടുപ്പാണ് കേട്ടോ, കോളറാണ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്, ബാക്കിൽ കെട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ നീയുടെ അത്രയാണ് ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ. ഒരു പീകോക്ക് ഷെയ്ഡാണ്. ഫുൾ ഇവിടെ ഷോ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഓപ്പൺ അല്ല കേട്ടോ, ഫുൾ ഷോ ബട്ടൺ ആണ്. സ്ലീവ്ലെസ് ആണ്. നല്ല കംഫർട്ടാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിന് റേറ്റ് വരുന്നത് 700 rupees ആണ്. പക്ഷേ ഇപ്പോൾ ഓഫർ റേറ്റിൽ ഞാൻ കൊടുക്കുന്നത് 650 rupeesനാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് വിഗ ഫാഷൻ സ്റ്റോറിന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. DM ചെയ്താൽ ഞാൻ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ. എന്തായാലും മുടി കളർ ചെയ്യാൻ പോവല്ല. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഹെയറിൻ്റെ എന്താ പറയുക ഒരു ലുക്ക്, അതായത് ഇപ്പോൾ ഉള്ളൊരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക്. കുഴപ്പമില്ലാണ്ട് ഇതാ ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ ഹെയർ. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയറിലാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ലാസ്റ്റ് ടൈം ഞാൻ ഹെയർ കളർ ചെയ്യാൻ പോകുമ്പോൾ നീതി ചേച്ചി ഉണ്ടായിരുന്നു. സോ എന്നെ നീതി ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ കളർ ചെയ്യാൻ വേണ്ടി, അല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ്, അറിയില്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ ചെറിയ കുഞ്ഞ് സ്റ്റാൻഡ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാൻ. ഇപ്പോൾ സമയം 10 ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഹെയർ ഞാൻ ബണ്ണ് കെട്ടാമെന്നാണ് വിചാരിക്കുന്നത് ഹെൽമെറ്റ് വെക്കണ സമയത്ത്. ഒരു ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ, സൂഗിൻ്റെ ബാഗാണ് ഞാൻ എടുത്തേക്കണത്. ഒരു ചെറിയൊരു ബാഗ്, നല്ല ഭംഗിയുള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ലുക്ക്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കേണ്ട, ഫുൾ അലമ്പാണ്. യെസ്, അപ്പോൾ നമുക്ക് പോകാം. ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ പോണത് നാച്ചുറൽ സലൂണിലേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് തന്നെയാണുള്ളൂ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകണം. നല്ല മഴക്കാറുണ്ട്, പക്ഷേ എനിക്ക് മഴ കിട്ടിയില്ല കേട്ടോ. അവിടെ വന്ന ഉടനെ തന്നെ ഞാൻ ബിന്ദു ചേച്ചിനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ബിന്ദു ചേച്ചിയാണ് എൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കാറുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടമായതൊരു വൈൻ റെഡ് കളറാണ്. 2 years മുൻപ് ഞാൻ ചെയ്തത് ഒരു ബ്രൗണും ഗോൾഡും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും അത് ചെയ്യില്ല, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു കളറാണ് കേട്ടോ. നമ്മളിവിടെ നോക്കി വെച്ചേക്കുന്ന കളർ ടോപ്പിലെ ഫസ്റ്റ് കളർ തന്നെയാണ്. അതൊരു വൈൻ റെഡ് പ്ലസ് ബ്രൗൺ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ആ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ 5+2 7 സ്ട്രീക്സ് തന്നെയല്ല പറയുക, 7 സെക്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കളർ ചെയ്യാനായിട്ട്. യെസ്, അപ്പോൾ ഞാൻ കളർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല, കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഭയങ്കര അട്രാക്റ്റീവ് ആവുമോ, അതുപോലെ തന്നെ മൈൽഡായിട്ടാണോ കളർ ആവുമെന്നൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന കളർ എനിക്ക് ഹെയറിന് ഇഷ്ടമല്ല കേട്ടോ. റെഡ് അങ്ങനത്തെ കളറൊന്നും എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് മൈൽഡായിട്ട് നിൽക്കുന്ന കളറാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അട്രാക്റ്റീവ് ആവരുത്, മൈൽഡായിട്ടുള്ള കളർ മതിയെന്ന്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ഒരു കളർ ചേച്ചി തന്നെയാണ് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹെയർ കളറിങ് ഒക്കെ. എനിക്ക് ഹെയർ കളർ ചെയ്തേക്കുന്നത് ക്രൗൺ ഏരിയയിലാണ് കേട്ടോ. അതായത് നമ്മുടെ പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ ഫോർഹെഡിൻ്റെ മേലുള്ള പോർഷനില്ലേ, ആ ഒരു ഭാഗത്താണ് എനിക്ക് കളർ ചെയ്തേക്കുന്നത്. 7 സെക്ഷനായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെന്നെ എന്താ പറയുക ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ കൊണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ തലയ്ക്ക് മേലെ ഒരു ഹെൽമെറ്റ് പോലത്തെ സംഭവം കേട്ടോ. എൻ്റെ ഹെയറിനെ ടച്ച് ചെയ്യണമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഹീറ്റാണ് കേട്ടോ.
അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്കാൽപ്പിലോട്ട് ആ ഒരു ഹീറ്റ് വരികയാണെങ്കിൽ എന്ന് പറയണമെന്ന്. കാരണം അത് അത്രയ്ക്കും നല്ലതല്ല സ്കാൽപ്പിലോട്ട് ഹീറ്റ് വരുന്നത്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീറ്റ് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഹീറ്റ് വരുന്നുണ്ട്, അപ്പോൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെയർ വാഷ് ചെയ്തു. എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. സൺഡേ ഞാൻ നേരത്തെ എണീറ്റിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോൾ എണീറ്റു. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു ടൈമിന് എണീക്കുന്ന കാരണം ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈമിന് എണീറ്റ് പോയതാണ് കേട്ടോ. എന്നിട്ട് ആ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയറിൽ ഒരു മാസ്ക് അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റോളം വെച്ചു കൂട്ടാം. അത് എന്തോ ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവില്ലേ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ എൻ്റെ ഹെയർ ഡ്രൈ ചെയ്യാൻ കേട്ടോ ചെയ്തത് ഫുള്ളായിട്ട്. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാമറയിൽ കാണുന്ന അത്ര പോലും എൻ്റെ ഹെയറിൻ്റെ കളർ ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ സിനിമാറ്റിക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ലൈറ്റ് കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം ഈ റെഡ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ പകുതി പോലും എൻ്റെ ഹെയറിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അത്രയും മൈൽഡായിട്ടാണ് ഞാൻ കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുറേ ആയി ഇങ്ങനത്തെ ഒരു കളറ് എൻ്റെ ഹെയറിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് തോന്നുന്നു 2000 ആണ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 7 സ്ട്രീക്സിന് 7 സെക്ഷന് കേട്ടോ. യെസ്, അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തി റിയാക്ഷൻ നോക്കാം ഇനി എല്ലാവരുടെയും. You colored it, no? Yeah, how is it? It's very nice. Some streaks are there. Some red streaks. Yeah. Yeah, it's nice. Thank you. മുടി കളർ ചെയ്ത് നോക്ക്. ബ്രൗൺ അല്ല, റെഡ്. കുറച്ച് വെള്ളം അച്ഛമ്മ എന്റെ മുടി എങ്ങനെയുണ്ട് കളർ ചെയ്തത്? കണ്ണാണോ നോക്കൂ. കറുപ്പല്ല, റെഡ് അല്ല, വേറൊരു ഷെയ്ഡാണ് ഇതിന്. വൈൻ റെഡ് എന്നൊക്കെ പറയും. മൈലാഞ്ചി അല്ല, വേറെ മൈലാഞ്ചി. ഞാൻ എന്റെ അമ്മ ചുണ്ടിക്ക് ഇഷ്ടായി. ഗായ്സ്, ഇനിയാണ് എന്റെ മെയിൻ താരത്തിന്റെ റിയാക്ഷൻ. എന്തിനാ മൂന്നത്? ക്യാമറ ഉള്ള കാരണമാണ്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു പൊടി പൂരം കഴിഞ്ഞാണ്. ക്യാമറ ഉള്ള കാരണം എന്റെ അമ്മ ശാന്തമായിട്ടിരിക്കുന്നു. ചോപ്പ് കളറിന്റെ കൊറേ നോക്കിക്കോ, വേറെ വേറെ കളർ വരുന്നുണ്ട്. ആയിക്കോട്ടെ ഏട്ടാ. മുട്ട പൊരിക്കുകയാണ് അമ്മ. ഗൈസ്, അമ്മ മുട്ട പൊരിക്കുകയാണ്. അതാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണത്. ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞ അമ്മ എന്നെ നല്ല ചീത്ത.
ഞാൻ വിചാരിച്ച പോലെ ആരുടെ അടുത്തൊന്നും വലിയ അങ്ങോട്ട് റിയാക്ഷൻ ഒന്നും വന്നില്ല. എല്ലാവർക്കും അറിയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും വരികയെന്ന്. ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണേന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാവും വരുന്നുണ്ടാവുക എന്ന്. അതുകൊണ്ട് അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹെയർ കളറാണെന്ന് ചിലപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് ഇഷ്ടമായിട്ടോ. അവരങ്ങനെ മോശമായിട്ടൊന്നും വലിയ കാര്യത്തിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഓരോ കമൻറ്റടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വീടിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഹെയർ കളർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് വന്നിട്ടുണ്ട് നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉദിച്ച് നിൽക്കണം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറല്ല. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ എൻ്റെ തലയിലുള്ള ഈ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വീടിനുള്ളിൽ ഒട്ടും കാണുന്നില്ല കേട്ടോ. പിന്നെ ഞാനിത് മുന്നേ കളർ ചെയ്ത ഹെയറാണ് ഇതാ ഇവിടെ ഉള്ളത്. ഒരു ഗോൾഡൻ മെറൂൺ ബ്രൗൺ ഷെയ്ഡാണ് ഇവിടേക്ക് ഉള്ളത് കേട്ടോ. മുന്നേ അതായത് 2.5 കൊല്ലം മുന്നേ ചെയ്ത കളറ്. ഇത് പുതിയ കളറ്. എന്തായാലും രണ്ടും കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടമായി ഹെയർ കാണാനായിട്ട്. 2 കളറ് മിക്സ്ഡ് ആണ് കേട്ടോ ഹെയർ. ഒരു ബ്രൗണും അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡും റെഡ് പോലത്തെ ഒരു ഷെയ്ഡ്. റെഡല്ല വൈൻ റെഡ് പോലത്തെ ഒരു ഷെയ്ഡ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ കളറിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാര്യമായിട്ട് അങ്ങനെ ഒന്നും മനസ്സിലാരും ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ചിലപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചീത്തയൊക്കെ പറയാം. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.